ഹായ് നമസ്കാരം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തക്കാളി മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിനായി ഒരു പാനിൽ കടുക് പൊട്ടിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടിക്കഴിയാറാവുമ്പോൾ 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 7-8 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 5 വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്ത ശേഷം തീ കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കിനി 2 തക്കാളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് 500 ml തൈരിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി അടപ്പ് തുറന്ന് വീണ്ടും തക്കാളി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉടച്ച് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം കൈവിടാതെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കറി ഒട്ടും തിളക്കാൻ പാടില്ല, നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. കറി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മോര് കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.